വെൽക്കം ടു നെക്സ്റ്റ് ലെസൺ ഇൻ ന്യൂമറിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സ്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർപോളേഷൻ ആൻഡ് ഫൈനൈറ്റ് ഡിഫറൻസസ്. ഇൻ്റർപോളേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇഫ് എ ഫംഗ്ഷൻ y is equal to f of x is given for the x range from x0 to xn. y is equal to f of x given എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ആ ഫംഗ്ഷൻ്റെ ഒരു ഇക്വേഷൻ, ദാറ്റ് ഈസ് ഒരു അനാലിറ്റിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഒരു ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻ ആവാം. ഫോർ എക്സാമ്പിൾ y is equal to some a sin x plus b cos x. അതല്ലെങ്കിൽ ഇറ്റ് മേ ബി പോളിനോമിയൽ y is equal to 2x square plus 3x plus 1, അല്ലെങ്കിൽ e raised to x log x. ഇങ്ങനെ ഏതെങ്കിലും ഒരു അനാലിറ്റിക് എക്സ്പ്രഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താം? വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് y ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സിന് ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ y കണ്ടെത്താം. ഇറ്റ് ഈസ് വെരി ഈസി ബിക്കോസ് ആ എക്സ്പ്രഷനിൽ എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ or y വാല്യൂ. So if f of x is a non-expression, we can calculate the value of y for different values of x. So it is not a problem at all. But our case in interpolation is somewhat different. നമ്മുടെ കേസിൽ നമുക്ക് ഇൻ്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ, സപ്പോസ് ദ എക്സ്പ്ലിസിറ്റ് നേച്ചർ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് നോൺ. എന്ന് വെച്ചാൽ ആ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഫോം നമ്മുടെ കയ്യിലില്ല. അതിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ അനാലിറ്റിക് എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലില്ല. പകരം നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ a set of values of x and y, that is called data points. We are provided with a set of data points xi, yi, where i from 0 to n. 0 to n എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് എടുക്കാറുള്ളത്. അതായത് x1 y1 ഒരു ഡാറ്റ പോയിന്റ് ആണ്. x1 കറസ്പോണ്ടിങ് ആയിട്ട് y1, x2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ y2, x3 y3 എക്സെട്ര xn yn. അപ്പോൾ ഇവിടെ there are n+1 ഡാറ്റ പോയിന്റ്സ്. അപ്പോൾ നമുക്ക് n+1 ഡാറ്റ പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ n+1 എക്സ് വാല്യൂസ് ആൻഡ് കറസ്പോണ്ടിങ് y വാല്യൂസ്. ആൻഡ് ദീസ് എക്സ് വാല്യൂസ് ആർ ഈക്വലി സ്പേസ്ഡ്. ഈ x0, x1, x2, x3 എക്സെട്ര xn എന്നുള്ളതെല്ലാം ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ് ആണ്. സോ ദ എക്സ് വാല്യൂസ് ആർ ഇൻ ദ ഇൻ്റർവൽ x0 to xn. x0ക്കും xnനും ഇടയ്ക്ക് ഇൻക്ലൂഡിങ് x0 ആൻഡ് xn ആണ് നമ്മുടെ എക്സ് വാല്യൂ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഡാറ്റ പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് സപ്പോസ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് y ഫോർ എനി അതർ എക്സ് ഇൻ ദ ഗിവൺ റേഞ്ച്. നമ്മൾ ഈ റേഞ്ചിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും ഒരു എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ മീനിങ് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ഗിവൺ ഡാറ്റ സെറ്റ്. നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത, അതേസമയം ഈ x0ക്കും xnനും ഇടയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരു എക്സ് വാല്യൂസിൻ്റെ ഫംഗ്ഷൻ എക്സിലുള്ള ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടെത്താൻ പറയുകയാണെങ്കിൽ വാട്ട് വി ക്യാൻ ഡു, ദ ആൻസർ ഈസ് ഇൻ്റർപോളേഷൻ. അപ്പോൾ ഇൻ്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഫ്രം ദ ഗിവൺ ഡാറ്റ പോയിന്റ്സ് ഇൻ ദ ഇൻ്റർവൽ x0 to xn. അപ്പോൾ ഇൻ്റർപോളേഷൻ എന്ന് പറഞ്ഞ മീനിങ് എന്താണെന്ന് വെച്ചാൽ വി ആർ കൺസ്ട്രക്റ്റിംഗ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻ ദ വിത്തിൻ ദ സെയിം ഇൻ്റർവൽ. x0 to xn എന്ന് പറയുന്ന ആ ഇൻ്റർവെല്ലിൽ നമുക്ക് ഡാറ്റ പോയിന്റ് തന്നിട്ടുള്ളത്. അതേ ഡാറ്റ പോയിന്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഫംഗ്ഷനെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് ഇൻ്റർപോളേഷൻ. സച്ച് ദാറ്റ് ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സച്ച് ദാറ്റ് ദ കൺസ്ട്രക്റ്റഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഐ ആൻഡ് ദ ഗിവൺ ഡാറ്റ പോയിന്റ്സ് വൈ ഐ അഗ്രി അറ്റ് ദ സെറ്റ് ഓഫ് ടാബുലേറ്റഡ് പോയിന്റ്സ്. തന്നിരിക്കുന്ന ഡാറ്റ പോയിന്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പോയിന്റും നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഫംഗ്ഷനും മാച്ച് ചെയ്തിരിക്കണം. മാച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ മീനിങ് ഇവിടെ ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷനിൽ ഞാൻ എക്സ് ഈക്വൽ ടു x1 കൊടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ വാല്യൂ എഫ് ഓഫ് x1. ദാറ്റ് എഫ് ഓഫ് x1 ഷുഡ് ബി ഈക്വൽ ടു y1. അപ്പോൾ സോ ഇൻ്റർപോളേറ്റിംഗ് ആയി വരുന്ന ഇൻ്റർപോളേറ്റിംഗ് ഫംഗ്ഷൻ ഷുഡ് മാച്ച് വിത്ത് ദി given set of data points. This is somewhat different from the curve fitting. Curve fitting എന്നുള്ളതിൽ we are fitting നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ഫിറ്റിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇൻ ദ സ്ട്രൈറ്റ് ലൈൻ curve fitting we are fitting a straight line so as to minimize the sum of the squares of the arrays, but it does not necessarily pass through the given data points. നമുക്ക് ഫിറ്റ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ എന്നുള്ളത് തന്നിരിക്കുന്ന ഡാറ്റ പോയിന്റിലൂടെ പാസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഡാറ്റ പോയിന്റിലൂടെയും പാസ് ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫിറ്റിംഗ് നടക്കാവുന്നതാണ്. ബട്ട് ഇൻ ദ മെത്തേഡ് ഓഫ് ഇൻ്റർപോളേഷൻ, ദ ഇൻ്റർപോളേറ്റിംഗ് ഫംഗ്ഷൻ
must pass through all the data points. So it is the difference between curve fitting and interpolation. അപ്പോൾ ഇന്റർപോളേറ്റിംഗ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന്, ഇറ്റ് ഈസ് എൻ അനാലിറ്റിക് എക്സ്പ്രഷൻ. അനാലിറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുകയാണ് ഫ്രം ദി ഡാറ്റ പോയിന്റ്. അതിന് മെത്തേഡ് വി വിൽ ഡിസ്കസ് ലേറ്റർ. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഡാറ്റ പോയിന്റിൽ, ദാറ്റ് ഈസ് അറ്റ് ഈച്ച് എക്സ് ഐ ഇൻ ദ ഗിവൺ ഡാറ്റ സെറ്റ്, ദ വാല്യൂ ഓഫ് ദ കൺസ്ട്രക്റ്റഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഐ അഗ്രീസ് വിത്ത് ദി given data points, that is yi. Now there are many approaches to construct f of x. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുക, ഇന്റർപോളേഷൻ എന്ന് പറയാം. സോ ദിസ് ഫംഗ്ഷൻ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. വൺ ഓഫ് ദ ഈസിയസ്റ്റ് മെത്തേഡ് ഈസ് ടു കൺസ്ട്രക്ട് എ പോളിനോമിയൽ. സോ ഇഫ് വി കൺസ്ട്രക്ടിങ് എ പോളിനോമിയൽ, ഇറ്റ് ഈസ് കാൾഡ് പോളിനോമിയൽ ഇന്റർപോളേഷൻ. നമുക്കറിയാം ഒരു സ്ട്രൈറ്റ് ലൈൻ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 points, മിനിമം 2 points ഷുഡ് ബി പ്രൊവൈഡഡ്. ഒരു പരാബോള കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 3 point വേണം. പരാബോള എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി 3 points. ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ നിങ്ങൾ ഇക്വേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 4 points. So if we are provided with the n+1 points, ഇവിടെ x0 to xn n+1 points ഉണ്ട്. So by using these n+1 points, in general we can reduce a polynomial of degree n, nth ഡിഗ്രി പോളിനോമിയൽ ഉള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ പ്രോസസ്സെല്ലാം നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. സോ ദിസ് പ്രോസസ് ഈസ് കാൾഡ് പോളിനോമിയൽ ഇന്റർപോളേഷൻ. And that polynomial f of x is called interpolating polynomial. അപ്പോൾ n+1 ഡാറ്റ പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവുക nth ഡിഗ്രി പോളിനോമിയൽ ആണ്. Now different types of interpolation are existing there, but നമ്മുടെ സിലബസിലുള്ളത് പോളിനോമിയൽ ഇന്റർപോളേഷൻ മാത്രമാണ്. So we will discuss that only. Now before going to the polynomial interpolation, we have to discuss a concept called differences and difference table. ഈ പോളിനോമിയൽ ഇന്റർപോളേഷൻ അതുപോലെ തന്നെ ന്യൂമറിക്കൽ ഡിഫറൻഷിയേഷൻ, ഇത് രണ്ടിലും ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഡിഫറൻസസ് എന്നുള്ളത്. ഇപ്പോൾ ഡിഫറൻസസ് എന്നുള്ളത് നമുക്കൊരു ടാബുലാർ വാല്യൂസ് xi, yi എന്നുള്ള ടാബുലാർ വാല്യൂസ് തന്നിട്ടുണ്ട്, വിച്ച് ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ ഡിഫറൻസസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഈ ഡിഫറൻസസ് കാണുന്നുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഫോർ ദ പർപ്പസ് ഓഫ് ഇന്റർപോളേഷൻ, that is called for any intermediate value of x. നമുക്ക് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടെത്താൻ ഫോർ എനി ഇന്റർമീഡിയറ്റ് വാല്യൂ ഓഫ് എക്സ് ഓർ ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ വി ഹാവ് ടു യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഡിഫറൻസസ്. ഇവിടെയൊക്കെ ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ വി ആർ പ്രൊവൈഡഡ് വിത്ത് ഡാറ്റ പോയിന്റ്സ് ഓൺലി, വി ആർ നോട്ട് പ്രൊവൈഡഡ് വിത്ത് ആൻ എക്സ്പ്ലിസിറ്റ് എക്സ്പ്രഷൻ ഫോർ ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഒരു എക്സ്പ്ലിസിറ്റ് എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലില്ല, ഡാറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡാറ്റ പോയിന്റ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡെറിവേറ്റീവും കണ്ടെത്താം, അതുപോലെ തന്നെ വേറെ എക്സ് വാല്യൂസിനുള്ള ഫംഗ്ഷനും കണ്ടെത്താം, വിച്ച് ഈസ് കാൾഡ് ഇന്റർപോളേഷൻ. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിനും ഡിഫറൻസസ് എന്ന കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദർ ആർ 3 types of differences: ഫോർവേഡ് ഡിഫറൻസസ്, ബാക്ക്വേർഡ് ഡിഫറൻസസ് ആൻഡ് സെൻട്രൽ ഡിഫറൻസസ്. അപ്പോൾ അതിൽ ഫോർവേഡ് ഡിഫറൻസ് മാത്രമാണ് നമ്മുടെ സിലബസിലുള്ളത്. The definition is very easy. If y0, y1, y2, etc. yn are the values of y, then the first order differences of y are defined as delta y0 equal to y1 minus y0. അപ്പോൾ ഇവിടെ ഓർത്തുക, ഡെൽറ്റ y0 എന്ന് പറഞ്ഞാൽ y1ൽ നിന്ന് y0 സബ്ട്രാക്ട് ചെയ്യുക. സോ ദിസ് ഈസ് കാൾഡ് ദ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസസ് ഓഫ് y0 എന്ന് പറയാം. ഡെൽറ്റ y1 എന്നുള്ളത് ഇറ്റ് ഈസ് y2 മൈനസ് y1. Then delta y2 is y3 minus y2, etc. up to there are n+1 data points. ലാസ്റ്റ് വരുന്നത് yn ആണ്. സോ ഇതുപോലെ പാസ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് വരുന്ന എക്സ്പ്രഷനിൽ yn മൈനസ് yn+1 ആവും, ആൻഡ് ഇറ്റ് വിൽ ബി ഡെൽറ്റ y ഓഫ് n-1. അപ്പോൾ ഇവിടെ in the given data points, if there are n+1 data points, we can define n first order differences. എത്ര ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം? n ഫസ്റ്റ് ഓർഡർ ഡിഫറൻസസ് ക്യാൻ ബി ഡിഫൈൻഡ്, ബിക്കോസ് 0, 1, 2, 3 എക്സെട്ര n-1 വരെ ഇത് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ there are n first order differences from n+1 data points. The first order differences in general it is delta y of delta of yn-1 is equal to yn minus yn-1, where this operator delta is called the forward difference operator.
ഈ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് മാത്രമല്ല സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ദ ഡിഫറൻസസ് ഓഫ് ദി ഫസ്റ്റ് ഓർഡർ ഡിഫറൻസസ് ആർ കാൾഡ് സെക്കൻഡ് ഓർഡർ ഡിഫറൻസസ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡെൽ സ്ക്വയർ. സോ ഡെൽ സ്ക്വയർ y0 എന്ന് വെച്ചാൽ ഇത് ഇറ്റ് ഈസ് del y1 minus del y0. It is the differences of the first order differences. അപ്പോൾ ഇവിടെ del y1 എന്നുള്ള ഇറ്റ് ഈസ് y2 minus y1 minus del y0 എന്നുള്ള ഇറ്റ് ഈസ് minus y1 minus y0. So it becomes y2 minus 2y1 plus y0. y2 minus y1 minus y1 minus 2y1 plus y0. Similarly, del square y1 is del y2 minus del y1. നേരത്തെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും സെക്കൻഡ് ഓർഡർ ആവുന്ന സമയത്ത് y2ൻ്റെ ഫസ്റ്റ് ഓർഡറിൽ നിന്ന് y1ൻ്റെ ഫസ്റ്റ് ഓർഡർ സബ്ട്രാക്ട് ചെയ്യാം. സോ ഇറ്റ് ഈസ് y2 മൈനസ് y3 മൈനസ് 2y2 പ്ലസ് y1. സിമിലർലി വി ക്യാൻ ഡിഫൈൻ ദ തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ എക്സെട്ര. തേർഡ് ഓർഡർ ഡിഫറൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസസ് ഓഫ് ദി സെക്കൻഡ് ഓർഡർ ഡിഫറൻസസ്. നമുക്ക് അതിവിടെ എക്സ്പ്രഷൻ കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഓർഡറിൻ്റെ രണ്ട് എക്സ്പ്രഷൻ കൊടുക്കാം. del cube y0 equal to del square y1 minus del square y0. So the expressions y3 minus 2y2 plus y1 minus y2 minus 2y1 plus y0. So it becomes y3 minus 3y2 plus 3y1 minus y0. And fourth order difference എന്ന് പറയുമ്പോൾ it is the differences of the third order difference. So we can substitute the value of the two third order differences and we get the value as y4. Delta raised to 4 of y0 is y4 minus 4y3 plus 6y2 minus 4y1 plus y0. So you can see the pattern. In the first one it is 1 minus 2 plus 1 coefficients, y2 minus 2 y1 plus y0. In the second one that is in the first one del y0 it is y1 minus y0. In the second one del square of y0 it is y2 that is 1 minus 2 1 that is the coefficient. And in the third one del square of y0 the coefficient is 1 minus 3 plus 3 minus 1 y3 y2 y1 y0. And in the fourth order it is y4 y3 y2 y1 y0. All lower ordinates are used and the coefficients are 1 minus 4 plus 6 minus 4 plus 1. So we can see that the coefficients are binomial. So higher order differences can be easily expressed in terms of the ordinates y with binomial coefficients. The forward differences can be easily tabulated with the help of forward difference table. അപ്പോൾ ഇതിനൊരു ടാബുലാർ ഫോമിൽ എഴുതുകയാണെങ്കിൽ നമുക്കത് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടാബിളിന് പറയുന്ന പേരാണ് ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് xy values ഉണ്ട്. x0 y0 x1 y1 x2 y2 x3 y3 x4 y4 x5 y5. So there are 6 data points. ഈ 6 data points നമ്മൾ മൂന്നാമത്തെ കോളത്തിൽ ഡെൽറ്റ y. So it is ഡെൽറ്റ y0 എന്നുള്ളത് y1 minus y0. y1 minus y0 വാല്യൂ ഇവിടെ ഇതും then y2 minus y1 വാല്യൂ ഇവിടെ വരും. y3 minus y2 വാല്യൂ ഡെൽറ്റ y2, ഡെൽറ്റ y3 എന്നുള്ള y4 minus y3 etc. That is called, this column is called first order difference. So there are 6 data points, there are 5 first order differences. ഇനി del square of y, that is second order difference. അപ്പോൾ ഈ first order differenceൻ്റെ ഡിഫറൻസ് എടുക്കാം. del y1 minus del y0, that is del square y0. Similarly del y2 minus y1, del y1, that is del square of y1. So there are 4 second order differences. Then there are 3 third order differences. But del cube of y2 എന്നുള്ളത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് del square y3 minus del square y2. ഇത് രണ്ടും നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് ഇവിടെ ഉണ്ടാവുക. Then there are 2 fourth order differences and there is 1 fifth order difference. By using 6 we can go up to the fifth order. അപ്പോൾ ഈ 6 ഡാറ്റാ പോയിന്റ് നമുക്ക് ഫിഫ്ത്ത് ഓർഡർ വരെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ അങ്ങോട്ട് ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ ദിസ് ഈസ് കാൾഡ് ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. An example will be discussed. Construct the difference table from the following data. XY values are given and some data points are given. നമ്മൾ ഇതൊരു പ്രോബ്ലം നമുക്ക് അറിയാവുന്ന ഒരു പ്രോബ്ലം ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് റിസൾട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നോട്ട് ചെയ്യാൻ, ഇത് ഈ ഡാറ്റ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫ്രം ദിസ് പോളിനോമിയൽ. ഇറ്റ് ഈസ് എ തേർഡ് ഡിഗ്രി പോളിനോമിയൽ. സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ പോളിനോമിയൽ തന്നിട്ടുണ്ടാവില്ല. വി ഹാവ് ടു കൺസ്ട്രക്ട് ദിസ് പോളിനോമിയൽ. ദാറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ
ഇവിടെ തന്നിട്ടുള്ള ഈ ഡാറ്റാ പോയിന്റ് അനുസരിച്ച് എക്സ് വാല്യൂസ് നമ്മൾ എഴുതി, വൈ വാല്യൂസ് എഴുതി, ദെൻ ഡെൽറ്റ വൈ കണ്ടെത്തുക. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ -230 -148, സോ -82, ദെൻ -278 -230, ഇത് നമ്മൾ സബ്ട്രാക്ഷൻ -48. അപ്പോൾ ഇങ്ങനെ ഓരോന്നും സബ്ട്രാക്ട് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഡെൽറ്റ വൈ. ദെൻ ഡെൽറ്റ സ്ക്വയർ വൈ, ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് -48 -82, സോ +34. ഇങ്ങനെ ഓരോന്നും സബ്ട്രാക്ട് ചെയ്ത് ഇവിടെ എഴുതുന്നു. ദെൻ ഡെൽറ്റ ക്യൂബ് വൈ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 52 -34, that is 18. So we can see that the third order difference, all of them are 18 and the fourth order difference is 0. So here the third order differences are all same and all higher order differences are 0. Fourth 0 ആണെങ്കിൽ പിന്നെ ഫിഫ്ത്തും സിക്സ്ത്തും എല്ലാം 0 ആണ്. So in fact this is a general rule. General rule എന്താണെന്ന് വെച്ചാൽ our polynomial is a third degree polynomial. So for equally spaced x values, the nth order differences of a polynomial of degree n will be a constant. That is, even നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തേർഡ് ഓർഡർ ഡിഫറൻസസ് ഓഫ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 is a constant. So fourth and fifth orders are 0. Similarly, in general, for equally spaced x values, the nth order differences of a polynomial of degree n will be a constant and all higher differences will be 0. അപ്പോൾ ഒരു nth order polynomial ആണെങ്കിൽ we can go up to nth order differences. nth order difference എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടുന്ന് അങ്ങോട്ടുള്ള ഹയർ ഓർഡേഴ്സ് എല്ലാം 0 ആയിരിക്കും. ഓർ മറ്റൊരു രീതി തിരിച്ചു വരാണെങ്കിൽ if the nth order differences of a tabulated function are constant and n+1th n+2th, that is higher order differences are zeros, then the tabulated function is a polynomial of degree n. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ടാബിളിൽ നിന്ന് മനസ്സിലാക്കാം ആ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണെന്നുള്ളത്, even if we are not provided with the explicit form of that polynomial. So construct the polynomial table from the following data. Another example is 1 3 5 7 9 11 13. ഈ പോളിനോമിയൽ ജനറേറ്റ് ചെയ്യുന്നത് ഒരു ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ എന്നാണ്. ഇപ്പോൾ ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദ ഫോർത്ത് ഓർഡർ ഡിഫറൻസ് ബിക്കംസ് കോൺസ്റ്റന്റ് ആൻഡ് യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. As expected, the fourth order differences are all same and all higher order differences are zeros. അപ്പോൾ ഇവിടെ പോളിനോമിയൽ ഡിഫറൻസ് ടേബിൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? If it is the difference table corresponding to a polynomial, then after some orders, the nth order, one order will be a constant and the next higher orders will be 0. So fourth order ആണ് കോൺസ്റ്റന്റ് വരുന്നതെങ്കിൽ it is a fourth degree polynomial. Third order constant ആവുകയാണെങ്കിൽ it is a third degree polynomial. So these two examples, do yourself. Construct the difference table and predict the degree of polynomial. So here you will see that it will be a third degree polynomial as the third order differences are same. Exact polynomial form ഇതാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ കണ്ടെത്തുമെന്നുള്ളത് it will be discussed later. Now you will not be provided with this form. നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക ഡാറ്റാ പോയിന്റ് മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രമാണ് ഈ ഫോം തന്നിട്ടുള്ളത്. So constructing this polynomial from this data set, it is called interpolation. Then in example form ഇത് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത്. ഇവിടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻസസ് സെയിം ആയി വരും. So it is a second degree polynomial. Here also how this polynomial can be constructed from the data points, it is called interpolation. That method will be discussed in the next class. So thank you for watching this video.